മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയൻ ഇനി കുറച്ചുകൂടി സേഫ് ആവാം. കാരണം MR അജിത് കുമാർ DGP ആകുമെന്നാണ് പറയുന്നത്. MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട ഒരു കേസും താൻ അറിഞ്ഞിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണോ? അതാണ് ഇപ്പോൾ എനിക്ക് ചിരി വരുന്നത്. കാരണം അജിത് കുമാറിനെ സംരക്ഷിക്കേണ്ടത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. കാരണം ഇതിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഏക വ്യക്തിയാണ് അജിത് കുമാർ. എല്ലാ വിധത്തിലും എല്ലാ കേസുകളും മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കേസുകളും സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തത് അജിത് കുമാറാണ്. അപ്പോൾ അജിത് കുമാറിനെ പിണക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ അൻവറിനെ പോലും പിണക്കിക്കൊണ്ട് തള്ളി പറഞ്ഞുകൊണ്ട് ഈ രീതിയിലെടുത്തത്. ഇപ്പോൾ ഈ കടമ്പ കടന്നിരിക്കുകയാണ് അജിത് കുമാർ. അതായത് അനധികൃത സ്വത്ത് സംഭാവന കേസിൽ ADGP MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയ പോലീസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചു. അതായത് മുഖ്യമന്ത്രിക്ക് അത് അംഗീകരിച്ചേ പറ്റൂ. സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള അജിത് കുമാറിന് ഇതോടെ ഒരു തടസ്സം മാറിക്കിട്ടി. കവടിയാറിലെ ഭൂമി ഇടപാട് ഉൾപ്പെടെ PV അൻവറിന്റെ ആരോപണങ്ങളിൽ തെളിവില്ലെന്നായിരുന്നു വിജിലൻസ് കണ്ടെത്തൽ. അതെല്ലാം നമുക്കറിയാവുന്നതാണല്ലോ. കവടിയാറിലെ ഭൂമി സംബന്ധിച്ചുള്ളതും എന്തൊക്കെയാണെന്നുള്ളതും എല്ലാം എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ മാസം 12-നാണ് വിജിലൻസ് ഡയറക്ടർ സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ള പട്ടിക തയ്യാറാക്കുന്നതിനിടെ തിടുക്കപ്പെട്ടാണ് സർക്കാർ വിജിലൻസ് റിപ്പോർട്ട് അംഗീകരിച്ചത്. RSS നേതാക്കളുമായി ADGP രഹസ്യ കൂടിക്കാഴ്ച നടത്തിയ സർക്കാരിനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കിയെങ്കിലും അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. മുഖ്യമന്ത്രി എപ്പോഴും അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടുകൾ മാത്രമേ സ്വീകരിക്കൂ, ഇനിയും സ്വീകരിക്കത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും ഒക്കെ വലിയ അപകടം സംഭവിക്കും. സ്വത്ത് സംഭാവന കേസിലെ വിജിലൻസ് റിപ്പോർട്ട് കോടതിയിൽ എത്താതിരിക്കാനും ശ്രമം നടന്നു. ADGP P. വിജയനെതിരെ വ്യാജമൊഴി നൽകിയതിൽ അജിത് കുമാറിന്റെ പേരിൽ കേസെടുക്കാമെന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടും സർക്കാർ അവഗണിച്ചിരിക്കുകയാണ്. ഇതിൽ നടപടിയുണ്ടായാൽ അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റത്തിന് തടസ്സമുണ്ടാകുമായിരുന്നു. അജിത് കുമാറിന് നേരെ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരത്തിലുള്ള ഈ നടപടികളും. അതായത് തൃശൂർ പൂരം കലക്കൽ ആരോപണത്തിലും ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കിയിട്ടില്ല. അപ്പം ഇതെല്ലാം തന്നെ നമുക്ക് അതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മുഖ്യമന്ത്രി അജിത് കുമാറിനെ എത്രമാത്രം സംരക്ഷിക്കുന്നു, അജിത് കുമാറിന് എന്തെല്ലാം രഹസ്യങ്ങൾ മുഖ്യമന്ത്രിയുടേത് അറിയാം, അത് ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ, അജിത് കുമാറിനെ പിണക്കിയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ, അതല്ലേ PV അൻവർ എന്തെല്ലാം ആരോപണങ്ങളുമായി വന്നിട്ടും PV അൻവറിനെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടെടുത്ത്. അജിത് കുമാർ കാണിക്കുന്നത് അറിയാമല്ലോ. അജിത് കുമാറിൻ്റെ അടുത്ത് നമ്മൾ മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങളുമായി ചെന്ന് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ 100 ഇരട്ടി ധാർഷ്ട്യമാണ് അയാൾക്ക്. നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അയാൾ ചോദിക്കും ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറൊരു അടുത്ത ചോദ്യം ചോദിക്കും ഇനി എന്തെങ്കിലും ഉണ്ടോ. അങ്ങനെ ഒരു 10 ചോദ്യം ചോദിപ്പിച്ചിട്ട് അവസാനം പറയും എല്ലാത്തിനും ഞാൻ ഒറ്റ മറുപടി തരാം. മുഖ്യമന്ത്രി പോലും ഒരു പക്ഷേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം അദ്ദേഹത്തിന്റെ കക്ഷത്തിലല്ലേ മുഖ്യമന്ത്രി ഇരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും മിണ്ടിയാൽ മുഖ്യമന്ത്രിക്കും മകൾക്കും പണി കിട്ടുമെന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അജിത് കുമാറിനെ സംരക്ഷിക്കുക എന്നത് മുഖ്യമന്ത്രിയുടെ ഒരു മുഖ്യമന്ത്രി അജിത് കുമാറിനെ സംരക്ഷിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ കസേര പോലും തെറിക്കും പിണറായിയെ സംബന്ധിച്ചിടത്തോളം. കാരണം അത്രത്തോളം കള്ളങ്ങളുടെയും ഈ അനധികൃതമായ സമ്പാദ്യങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ അജിത് കുമാറിന് നന്നായിട്ട് അറിയാം. അജിത് കുമാർ വാ തുറക്കാതിരിക്കുന്നിടത്തോളം കാലം മുഖ്യമന്ത്രി മകള് സേഫാണ്. വാ തുറന്നാൽ പോകും, തീരും, അതോടെ എല്ലാ കാര്യങ്ങളും അവതാളത്തിലാകും. അതുകൊണ്ട് ചോദിക്കുന്നത് എന്തും നൽകി അജിത് കുമാറിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെയും മകളുടെയും ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. DGP ആക്കി കഴിഞ്ഞാൽ ഇനിയൊരു തുടർഭരണം വന്നാൽ പോലും സേഫായിട്ട് നിൽക്കാൻ മുഖ്യമന്ത്രിക്കും മകൾക്കും കഴിയും. ഏതായാലും അജിത് കുമാറിനെ DGP ആക്കാൻ നീക്കമെന്നാണ് PV അൻവർ തുറന്നടിച്ചിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി തിരക്കിട്ട നീക്കം ഇതിനായി നടത്തുന്നുവെന്നാണ് PV അൻവർ പറഞ്ഞത്. DGP കസേരയിൽ അജിത് കുമാറിനെ ഇരുത്തേണ്ടത് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും അനിവാര്യമാണ്. ഇവർ ചെയ്തു വെച്ച കള്ളത്തരങ്ങൾ പുറത്തു വരാതിരിക്കാൻ സംരക്ഷകനായ പോലീസ് മേധാവി വേണം. അതിനാലാണ് ഈ കള്ളത്തരങ്ങളിൽ പങ്കാളിയായി അജിത് കുമാറിനായി ശ്രമിക്കുന്നതെന്നും അൻവർ വാർത്താസമ്മേളനത്തിലൂടെ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടതടക്കം താൻ ഉന്നയിച്ച വിഷയങ്ങളിലൊന്നും സത്യസന്ധമായ അന്വേഷണം നടന്നിട്ടില്ലെന്നും അൻവർ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അൻവർ അന്ന് ഒരു ബോംബ് പോലെയായിരുന്നു അന്ന് വന്നത്. ഓരോ വാർത്താ സമ്മേളനങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ പിന്നെ ഒന്നും അല്ലാതായി തീരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അൻവർ ഈ തൃണമൂലിലൊക്കെ പോയി അൻവർ ഒന്നും അല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അതാണ് ഈ മുഖ്യമന്ത്രി അക്കാര്യത്തിലൊക്കെ ചെയ്യുന്ന ചില നിലപാടുകൾ. ഇതൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ADGP MR അജിത് കുമാർ വ്യാജമൊഴി നൽകിയെന്ന പരാതിയിൽ കേസെടുക്കാനുള്ള ശുപാർശയെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. തൃശൂർ പൂരം കലക്കലിൽ ആർക്കാണ് വീഴ്ചയെന്ന് കണ്ടാലല്ലേ നടപടിയെടുക്കാനാവുമെന്നും ഇതുവരെ അങ്ങനെ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ശരിക്കും ഇത്തരത്തിൽ പൂരം കലക്കാൻ പോവുകയാണ്, മുഖ്യമന്ത്രി ഒന്ന് നോക്കിയിരുന്നോ ആരാണ് കലക്കണേന്ന്, എന്നിട്ട് വേണം അത് കണ്ടുപിടിക്കും. അതെ, ആ രീതിയിലാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ഇതുപോലെ ചെയ്തിരുന്നെങ്കിൽ എന്ത് നല്ല ഭരണമായിരുന്നു. ഏതായാലും ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെതിരെയുള്ള കേസ് പരിശോധിച്ചു വരികയാണ്. ഗൂഢാലോചന സംബന്ധിച്ച് എബ്രഹാം പറഞ്ഞത് പുനഃപരിശോധിക്കേണ്ട കാര്യമാണ്. അത് ഒറ്റ കേൾവിയിൽ തള്ളിക്കളയാവുന്നതല്ല. നിയമപരമായി അദ്ദേഹം ഇതിനെ ചോദ്യം ചെയ്യാൻ തയ്യാറാവുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ ചോദിച്ചാലും
മുഖ്യമന്ത്രി ക്ഷുഭിതനാവും. ഈ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതടക്കമുള്ള നിലപാടുകളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പെട്ടെന്ന് ചൂടാവും. ഈ മകളെക്കുറിച്ചുള്ള ചോദ്യം ചോദിക്കുന്ന പോലെ തന്നെയാണ് MR അജിത് കുമാറിനെ കുറിച്ച് ചോദിച്ചാലും മുഖ്യമന്ത്രി പെട്ടെന്ന് മകനെ പോലെ ഒരു കരുതലടക്കി കൊണ്ടു നടക്കുന്ന ആളാണ് MR അജിത് കുമാർ മുഖ്യമന്ത്രി. സ്വന്തം മകൻ വിവേകിനെ പോലെ ഒരു ഭാഗത്ത് വീണ വിവേക്, ഒരു ഭാഗത്ത് MR അജിത് കുമാർ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഇവർ രണ്ടുപേരും വാ തുറക്കില്ല മക്കളായതുകൊണ്ട്. ഇദ്ദേഹം എന്തെങ്കിലും വാ തുറന്നാൽ തീർന്നു, അതോടുകൂടി തന്റെ കസേരയും തെറിക്കും കാറ്റും പോകും എന്നുള്ള അവസ്ഥയിലായതുകൊണ്ട് എങ്ങനെയും സംരക്ഷിക്കണം. ഈ RSS മേധാവിയെ കണ്ടതിനെ കുറിച്ച് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഭരിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാർ ഇതുപോലെ RSSന്റെ മേധാവിയെ പോയി കണ്ടിരുന്നെങ്കിൽ ഇവിടെ പ്രക്ഷോഭം നടന്നതിന് പ്രതിഷേധ SFIയുടെ ആർഷോയൊക്കെ മുന്നിൽ നിന്ന് കത്തിച്ചേനെ. അപ്പോ അത് പ്രശ്നമല്ല. ഇവിടെ പൂരം കലക്കൽ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല. ഇതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. നമുക്ക് കവടിയാർ കാണാൻ കഴിയും MR അജിത് കുമാറിന്റെ വീട് എന്ന് പറയുന്നത് കൊട്ടാര സമാനമായ വീട്. പക്ഷെ അവിടെ ഒന്നും ഒരു തരത്തിലുള്ള കള്ളത്തരങ്ങൾ നടന്നിട്ടില്ല, സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടില്ല, ഒരു തരത്തിലുള്ള അഴിമതികൾക്കോ ഒന്നിനും പിന്നെ MR അജിത് കുമാർ കൂട്ടുനിന്നിട്ടില്ല. പെർഫെക്റ്റ് ആണ്, 100% സത്യസന്ധനായ മിടുക്കനായ ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ DGP ആക്കാം. അത് മാത്രമല്ല, ഈ ഒരു ഉദ്യോഗസ്ഥന് കിട്ടുന്ന ശമ്പളത്തെ കുറിച്ച് നമുക്കറിയാം. എത്ര പോയാലും ഒരു നിശ്ചിത ശമ്പളമായിരിക്കും. ഈ ശമ്പളം കൊണ്ട് ഇത്രയും കോടിക്കണക്കിന് രൂപയ്ക്ക് ഒരു വീട്, ഇയാളുടെ സോഴ്സ് എന്താണ് ഇത്രയും പൈസ? അല്ലെങ്കിൽ കുടുംബപരമായിട്ട് ഇത്രയധികം സ്വത്തുക്കളുണ്ടോ? ഇതൊക്കെ അന്വേഷിക്കണ്ടേ? ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് MR അജിത് കുമാർ കാട്ടിക്കൂട്ടുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, ഇതൊക്കെ ഒരു ഓഡിറ്റിംഗ് അല്ലെങ്കിൽ ഇതൊക്കെ ഒരു അന്വേഷണം വേണ്ടേ? ശരിക്കും പറഞ്ഞാൽ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒരുപാട് വസ്തുതകളുണ്ട്. അതിനെ അങ്ങ് തള്ളിപ്പറയുകയാണ്. അല്ലാതെ ഇത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് എന്നൊന്നും മുഖ്യമന്ത്രി പറയുന്നില്ല. സ്വാഭാവികമായും ഇത്തരത്തിൽ ഇതിൻ്റെ ബിസിനസ് വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇയാൾ അതിനെ സഹായം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. PV അൻവർ ഏതോ ഒരു ഘട്ടത്തിൽ ഇവരുമായി ഉടക്കുന്നു. അതായത് ശശിയെ കൊണ്ടുവന്നതോടുകൂടി PV അൻവറിന് ഇവരോട് വിരോധമാവുകയും പിന്നീടാണ് PV അൻവർ ഇറങ്ങി ഇതെല്ലാം വിളിച്ചു പറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ PV അൻവറിനെ പോയാലും കുഴപ്പമില്ല, അജിത് കുമാറിനെ സംരക്ഷിക്കണമെന്ന നിലപാടിലേക്ക് മുഖ്യമന്ത്രി എത്തുന്നത്. ഏതായാലും അജിത് കുമാറിനെ DGP ആക്കാനുള്ള ഒരു നീക്കത്തിലൂടെ മുഖ്യമന്ത്രിക്കും മകൾക്കും വളരെ സേഫായി മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കരുക്കളും മുഖ്യമന്ത്രി നീക്കിക്കഴിഞ്ഞു. അതായത് അജിത് കുമാറിൻ്റെ പേരിൽ കേസെടുക്കണമെന്ന ശുപാർശയെക്കുറിച്ച് അറിയില്ലെന്നൊക്കെ മുഖ്യമന്ത്രി പറയുമ്പോൾ അത് നമുക്ക് ഏത് തരത്തിൽ വ്യാഖ്യാനിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഈ അജിത് കുമാറിൻ്റെ കടന്നിരിക്കുന്നു. ക്ലീൻ ചീറ്റ് നൽകിയ റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചു. പോലീസ് മേധാവിയാകാനുള്ള തടസ്സം മാറി. ഇനി അധികം വൈകാതെ തന്നെ അദ്ദേഹം ഒരു DGPയുടെ തൊപ്പി വെച്ച് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും അത് നമുക്ക് അധികം വൈകാതെ തന്നെ കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം DGP ആക്കിയില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ എത്രയാണ് എന്ന് എത്ര വലുതായിരിക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് DGP തൊപ്പിയുമായി അജിത് കുമാർ വരട്ടെ. അടുത്ത തുടർ ഭരണം ഉണ്ടാകുമോ, ഭരണം ആർക്കാണ്, തൊപ്പി തെറിക്കുമോ, അന്വേഷണത്തിന്റെ പേരിൽ പുറത്ത് നിൽക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ളത് കണ്ടു തന്നെ അറിയാം. തീർച്ചയായും.